رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളും ന്യൂനതകളും പാളിച്ചകളുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ, അള്ളാഹു നമുക്കതെല്ലാം പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിൽ ഇനി ബാക്കിയുള്ള കാലം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ഈമാനോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ വീടുകളിൽ ആശുപത്രികളിൽ കഴിയുന്നവർ അള്ളാഹു അവർക്ക് ആജിലും മുസ്തമിറുമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നവർ അള്ളാഹു അവർക്കും നമ്മുടെയും പ്രയാസങ്ങൾ പരിഹരിക്കുകയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഓരോ മുസ്ലിമും അള്ളാഹുവിനോട് നടത്തുന്ന ഒരുപാട് ദുആകൾ, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിലെല്ലാവരും വളരെ കൂടുതലായി അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന, മറ്റുള്ളവരോട് അത് കിട്ടാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ബറക്കത്ത് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ നമ്മുടെ ദുആകളിൽ അള്ളാഹു നീ ബറക്കത്ത് ചെയ്യണേ എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം എന്നും പറയാറുണ്ട്. അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് ദുആ ചെയ്ത് കൊടുക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം എന്താണ് ഈ ബറക്കത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലും ഈ ബറക്കത്ത് എന്ന പദം അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്, ഹദീസുകളിലും വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം? അതിൻ്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ്? അതെങ്ങനെയാണ് നേടിയെടുക്കുന്നത് എന്നൊക്കെ ഓരോ മുഅ്മിനും മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്, ഭാഗമാണ്. ഈ ബറക്കത്ത് എന്ന ഈ ഒരു ആശയം അത് വിശ്വാസത്തിൻ്റെ തലത്തിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഭൗതിക അർത്ഥത്തിൽ ബറക്കത്ത് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അവിടെ എല്ലാം അളക്കപ്പെടുന്ന സാധനങ്ങളാണ്. അതൊക്കെ ക്വാണ്ടിറ്റേറ്റീവാണ്. എണ്ണുക, തൂക്കുക, അളക്കുക, എത്ര കൂടുതൽ എത്ര കുറവ് ഇത് മാത്രമേ അവിടെ ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ. എന്നാൽ ബറക്കത്ത് എന്ന ആശയത്തിനെ പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെടുത്തി വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ അതിനെ ഉൾക്കൊള്ളുവാനും അതിനെ മനസ്സിലാക്കുവാനും അതിനെ നേടിയെടുക്കുവാനും സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല ഖുർആൻ ഷരീഫിൽ പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. തീർച്ചയായും ഒരു ഗ്രാമക്കാർ, ഒരു നാട്ടുകാർ, ആമനു വത്തഖൗ, അവർ അള്ളാഹുവിനെ വേണ്ട പോലെ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ഇടങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം, നാം അവരുടെ മേൽ തുറന്നു കൊടുക്കുമായിരുന്നു ബറകാത്തിൻ, ബറക്കത്തുകളെ നാം തുറന്നു കൊടുക്കുമായിരുന്നു, മിനസ് സമാഇ വൽ അർദി, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നാം ബറക്കത്ത് തുറന്നു കൊടുക്കുമായിരുന്നു, ബറക്കത്തിൻ്റെ കവാടങ്ങൾ. പക്ഷേ അവർ നന്ദികേട് കാണിക്കുകയും അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ആ ബറക്കത്ത് അവർക്ക് നഷ്ടമാവുകയും അവർ ചെയ്തതിൻ്റെ ഫലമായി അവരെ പിടിക്കപ്പെടുകയും ചെയ്തു എന്ന് ഖുർആൻ ഷരീഫിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ ബറക്കത്ത് എന്ന പദത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എന്താണ് ബറക്കത്ത് എന്നതിൻ്റെ വാക്കർത്ഥം? നമ്മൾ മലയാളത്തിൽ അഭിവൃദ്ധി, സമൃദ്ധി എന്നൊക്കെ അർത്ഥം വെക്കാറുണ്ട്. ബറക്കത്തിൻ്റെ ഭാഷാർത്ഥം അന്നുമുവു വസിയാദ, വർദ്ധനവ്, കൂടുതൽ എന്നാണ്. മാത്രമല്ല വസ്തു വർദ്ധിക്കുക അല്ലെങ്കിൽ എണ്ണത്തിൽ കൂടുക എന്നത് മാത്രമല്ല, ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ മാ അൻഫഉ
ഒരു വസ്തു എൻ്റെ കയ്യിലുണ്ട്, ആ വസ്തു കൊണ്ട് എനിക്ക് ഭൗതികമായും ആത്മീയവുമായ പ്രയോജനം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടാണ് ബറക്കത്ത് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റുന്നത്. കുറേ ഉണ്ടാവുക എന്നുള്ളതല്ല. വാഹനങ്ങൾ കുറേയുണ്ട്, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ കുറേയുണ്ട്, അല്ലെങ്കിൽ കുറേ സാമ്പത്തികമായ വകുപ്പുകളുണ്ട്. പക്ഷെ അത് അവന് പ്രയോജനകരമാകുന്നുണ്ടോ, അവൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് അത് പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആത്മീയമായ വഴിക്ക് അത് സഹായകമാകുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ ബറക്കത്തുണ്ട് എന്നാണ്. ഇനി ഇതില്ല, പകരം എണ്ണം കൂടുതലാണ്, കുറേ സന്താനങ്ങളുണ്ട് ഒരാൾക്ക്, കുറേ കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഒരാൾക്ക്, കുറേ തൊഴിലാളികളുണ്ട് ഒരാൾക്ക്, അല്ലെങ്കിൽ ആ രീതിയിൽ എണ്ണങ്ങൾ കൂടുതലുണ്ട്, പക്ഷെ ഇതിനെ കൊണ്ടൊന്നും ആളുടെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല. മാസത്തിൽ നല്ലൊരു തുക ആൾ സാലറി വാങ്ങുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് അയാളുടെ ഒരു മാസത്തിലെ ആ ഒരു രീതിയിൽ കഴിഞ്ഞു പോകാൻ വേണ്ടി പറ്റുന്നില്ല. ശമ്പളം വരുമ്പോഴേക്ക്, സാലറി വരുമ്പോഴേക്ക് ഇപ്പുറത്ത് രോഗം വരികയാണ്, രോഗം മൂർച്ഛിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടിയന്തരമായ ഫണ്ട്, നമുക്ക് എമർജൻസി ഫണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഈ കിട്ടുന്ന തുക അത് വലിയൊരു തുകയാണ്, പക്ഷെ ആ തുക കൊണ്ട് ഇയാൾക്ക് കഴിഞ്ഞു പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സമ്പത്തിൽ ആൾക്ക് ബർക്കത്തില്ല എന്നുള്ളതാണ്. കമ്പനിയിൽ ഒരുപാട് സ്റ്റാഫുണ്ട്, ചോദിച്ചാൽ 100 ചില്ലുവാനും സ്റ്റാഫുകൾ ഉണ്ടെന്ന് പറയും, പക്ഷേ കമ്പനീൻ്റെ പണിയൊന്നും നടക്കുന്നില്ല. എന്താ കാര്യം? എണ്ണം കൂടുതൽ ഉണ്ടായത് കൊണ്ടല്ല. ചില കമ്പനികളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാഫിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും, പക്ഷെ ഇപ്പുറത്ത് 100 ആളുകളുടെ അടുത്ത് നടക്കാത്ത പണി 10 ആളുടെ അടുത്ത് നടക്കുന്നുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, അത് നമുക്ക് ഭൗതികമായ അർത്ഥത്തിൽ ഇതെന്താ സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കൂല. അപ്പൊ അതാണ് പറഞ്ഞത്, ബറക്കത്ത് എന്നുള്ളത് അതൊരു ആത്മീയമായ കോൺസെപ്റ്റാണ്. അത് ആത്മീയ തലത്തിൽ ചിന്തിച്ചാൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരർത്ഥമാണ്. പ്രിയമുള്ളവരെ, ബർക്കത്ത് ചെയ്യുന്നത് അത് എല്ലാത്തിനെയും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കേവലം സമ്പത്തിൽ മാത്രമല്ല. നമ്മൾ ബർക്കത്ത് എന്ന് പറയുമ്പോൾ സമ്പത്തിലേക്കാണ് സാധാരണ ബന്ധിപ്പിക്കാറുള്ളത്. സമ്പത്തിൽ ബർക്കത്തുണ്ട്, റിസ്കിൽ ബർക്കത്തുണ്ട്, സമയത്തിൽ ബർക്കത്തുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ബർക്കത്തുണ്ട്, ബന്ധങ്ങളിൽ ബർക്കത്തുണ്ട്, നമ്മുടെ ആയുസ്സിൽ ബർക്കത്തുണ്ട്. നമ്മൾ നോക്കിയാൽ ചില ആളുകളൊക്കെ, അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ, നമ്മുടെ സമയങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകിയ ജീവൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെലവഴിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെ ഇടയിൽ, മാ ബൈന 60 വ 70 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറുതെ ഒരു വിമർശനം എന്നതല്ലാതെ ഒരു നിരീക്ഷണം നമ്മൾ നടത്തി നോക്കിക്കഴിഞ്ഞാൽ 70-80 വർഷങ്ങൾ ജീവിച്ചിട്ട് ഒരാൾ പോകുമ്പോൾ, സൈക്കോളജിയൊക്കെ പറയുന്നത് ആ ഒരു പീരീഡിലെത്തുമ്പോൾ മനുഷ്യൻ കഴിഞ്ഞ കാലത്തിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുക എന്നാണ്. ഒരു 60-70 എത്തിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ലൈഫ് കൊണ്ട് എന്ത് നേടി എന്ന ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന, അഥവാ അയാൾ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാനസികമായൊരു സമാധാനം ഉണ്ടാവും. കുറേ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്, നന്മകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ഭയങ്കരമായ നിരാശയും പ്രയാസങ്ങളും അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കിയാൽ ചരിത്രത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ, ചില പണ്ഡിതന്മാരൊക്കെ അവർ ചെറിയ വയസ്സിൽ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഉദാഹരണം, ഇമാം ഷാഫി മദ്ഹബിലെ വളരെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഇമാം നവവി റഹിമഹുല്ലാ. അദ്ദേഹം ജീവിച്ചത്, അദ്ദേഹത്തിൻ്റെ വയസ്സ് ഏകദേശം 43 വയസ്സാണ്. ഇവിടെ എത്ര ആളുകളുണ്ടോ 43 വയസ്സുള്ള ആളുകൾ? പക്ഷേ അദ്ദേഹം ഈ 43 വയസ്സും കൊണ്ട് ജീവിച്ചിട്ട് അദ്ദേഹം ചെയ്ത അമൽ, അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ നൽകിയ ബറക്കത്ത് നമ്മൾ ചിന്തിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ഇന്നും ഇമാം നവവി റിസർച്ചുകൾക്ക് വിധേയമാണ്. ഇമാം നവവിയുടെ പുസ്തകങ്ങൾ ഇസ്ലാമിക പണ്ഡിത ലോകത്ത് ആർക്കെങ്കിലും സ്കോളർ ആകണമെങ്കിൽ, പണ്ഡിതനാകണമെങ്കിൽ ഇമാം നവവിയുടെ പുസ്തകം പഠിക്കാത്ത ഒരാൾക്ക് പണ്ഡിതനാകാൻ വേണ്ടി സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ വഫാത്ത് 7-ാം നൂറ്റാണ്ടിലാണ്. 7-ാം നൂറ്റാണ്ടിൽ വഫാത്തായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ ഇന്നും ലോകത്തെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ടോ, ആരുടെ കീഴിലുള്ളതായിക്കൊള്ളട്ടെ, ഷാഫി മതപരനാകട്ടെ, ഹനഫി മതപരനാകട്ടെ, ഇനി മതം ഇല്ലാന്ന് പറയുന്ന ആളാകട്ടെ, ഏത് വിഭാഗക്കാരനാകട്ടെ, ഇവരുടെ ഒക്കെ ഗ്രന്ഥശാലകളിൽ, പാഠശാലകളിൽ, യൂണിവേഴ്സിറ്റികളിൽ ഇമാം നവവി ചർച്ചാ വിഷയമാണ്. അപ്പം എന്താ കാര്യം? 40 വർഷം അദ്ദേഹം ജീവിച്ചുവെങ്കിലും 700-800 കൊല്ലത്തെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആയുസ്സിൽ ബർക്കത്തുണ്ട്, സമയത്തിൽ ബർക്കത്തുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, അന്നഹ അൽ കസ്റതു ഫീ കുല്ലി ഖൈറിൻ, നന്മകളിൽ വർധനവുണ്ടാവുക. ഒരു കാര്യം കിട്ടി, ആ കാര്യത്തെ നമുക്ക് കൂടുതലായി നന്മകൾക്ക് വിനിയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ബർക്കത്ത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. അദ്ദേഹം തൻ്റെ ഒരു അനുഭവം പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു യുദ്ധത്തിൻ്റെ വേളയിൽ, ഒരു യാത്രയിൽ അസ്ർ നിസ്കാരത്തിൻ്റെ സമയമായി. അസ്ർ നിസ്കാരത്തിൻ്റെ സമയമായി, നിസ്കരിക്കണം, ഒളു ചെയ്യാൻ വെള്ളമില്ല. ആകെ ഉള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ കുടിച്ച് മിച്ചം വന്ന വെള്ളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നിർദ്ദേശപ്രകാരം ഈ വെള്ളമെല്ലാം കളക്ട് ചെയ്തൊരു പാത്രത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു.
ആ പാത്രത്തിൽ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ കൈ ആ വെള്ളത്തിൽ വെച്ചു. സഹാബി പറയാണ്, ഞാനിങ്ങനെ കാണുകയാണ്, യതഫജ്ജറു മിൻ ബൈനി അസ്വാബിഹി, നബി തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്നും വെള്ളം പൊട്ടി പുറപ്പെടാൻ വേണ്ടി തുടങ്ങി. നമ്മൾ സാധാരണ വെള്ളിയാഴ്ച ദിവസം അവസാനം ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് വനബഅ മിൻ ബൈനി അസ്വാബിഹിൽ മാ എന്നൊരു പരാമർശം നമ്മൾ പറയാറുണ്ട്. ഖത്തീബുമാരെല്ലാം നബി തങ്ങളുടെ സ്വലാത്ത് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? വിരലുകൾക്കിടയിൽ കൂടി ഉറവ പൊട്ടിയ പ്രവാചകൻ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. സഹാബി പറയാണ്, ഞങ്ങൾ കുടിക്കാൻ വേണ്ടി തുടങ്ങി, ഒളു ചെയ്യാൻ വേണ്ടി തുടങ്ങി, ആളുകളൊക്കെ സുഭിക്ഷമായി ആവശ്യം പൂർത്തീകരിച്ചു. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ജാബിറെ, അന്ന് നിങ്ങൾ എത്ര ആൾക്കാരുണ്ടായിരുന്നു? അദ്ദേഹം അത്ഭുതം പറയുകയാണല്ലോ, നബി തങ്ങൾ കൈവച്ചപ്പോൾ അതിൽ നിന്നും ഉറവ പൊട്ടി, ആവശ്യക്കാരൊക്കെ അതിന്റെ ആവശ്യം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കം കുന്തും ഹീന ഇദിൻ, അന്ന് നിങ്ങൾ എത്ര ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സഹാബി പറയാണ്, അൽഫം വ അർബഅമിഅത്തിൻ, 1400 പേരുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഫിസിക്കൽ വേൾഡിൽ ഇത് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എങ്ങനെ ഒരു മിച്ചമുള്ള വെള്ളത്തിൽ ഒരു മനുഷ്യന്റെ വെള്ളം എസ്റ്റോലി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇതിൽ വർധനമുണ്ടാവില്ല. പക്ഷെ അതാണ് ആത്മീയമായ കോൺസെപ്റ്റ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു വെച്ചത്. ഇമാം ബുഖാരി ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സഹാബി പറയാണ്, 1400 പേർ ഞങ്ങളതിൽ സുഭിക്ഷമായി ഉപയോഗിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ അത് ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിൻ്റെ വിധങ്ങൾക്ക് ചെയ്തു കൊടുത്ത ബർക്കത്താണ്. ഖന്തക്കിൻ്റെ വേളയിൽ നമ്മൾ കേട്ട് പഠിച്ചിട്ടുണ്ടാകും. നമ്മളൊക്കെ എല്ലാവരും കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കടങ്ങി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രയാസത്തിലാണ്. ഒരു സഹാബി ഇത് അവസ്ഥ കണ്ടിട്ട് ബേജാറായി. നബി തങ്ങളുടെ വയറ്റിൽ 2 കല്ല് കണ്ടപ്പോൾ വിഷമമായി, സങ്കടമായി. ഉടനെ തൻ്റെ ഭാര്യൻ്റെ അടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞ സംഭവം നമുക്ക് വളരെ അറിയാം. ആ ഭാര്യ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ, ഒരു 2-3 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാവും, 2-3 ആൾക്ക്. നിങ്ങൾ നബി തങ്ങളോട് രഹസ്യമായിട്ട് പറയണം, നിങ്ങൾക്കുള്ള ഭക്ഷണം അവിടെ തയ്യാറായിട്ടുണ്ട്, ബാക്കിയുള്ള ആൾ പണിയെടുക്കട്ടെ, നിങ്ങളും വേണമെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു കൂട്ടിക്കോ എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് വിവരം പറഞ്ഞു, നബിയെ, വീട്ടിൽ കുറച്ച് ഭക്ഷണം ഉണ്ട്, ഭാര്യ തയ്യാറാക്കിയിട്ടുണ്ട്, തങ്ങളും തങ്ങളെ വളരെ അടുത്ത 2 ആളും കൂടി വിളിച്ചു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ തന്നെ എല്ലാ സഹാബാക്കളെയും വിളിച്ചു. എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, വരീൻ, നമുക്ക് ഇന്നത്തെ ഭക്ഷണം ഇന്ന സഹാബിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം ഓടി നേരെ ഭാര്യൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു, നബി തങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ടാണ് വരുന്നത്, എല്ലാ ആളുകളെയും വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഭർത്താവ് അവിടെ പ്രയാസത്തിലായി, ആശങ്കയിലായി. അപ്പോൾ ഭാര്യയ്ക്ക് അവിടെ ഒരു ഈമാനികമായ ഒരു കെൽപ്പ് വന്നു. ഭാര്യ പറഞ്ഞു, നബി തങ്ങളല്ലേ വിളിച്ചത്, തങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. നബി തങ്ങൾ നിർദ്ദേശം നൽകി, ഞാൻ വരാതെ പാത്രം തുറക്കരുത് എന്ന് പറഞ്ഞു. പാത്രം തുറന്ന് എടുത്തിടരുത്, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു. ഹദീസ് വിശാലമാണ്. നബി തങ്ങൾ വരുന്നു, നബി തങ്ങൾ തങ്ങളുടെ ഉമ്മനീര് അതിൽ ആക്കുന്നതായി ചില റിവായത്തുകളുണ്ട്. തങ്ങൾ പാത്രം പാതി വെച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്, പാത്രം പകുതി അതിൻ്റെ മൂടി മാറ്റിവെക്കുക, എന്നിട്ട് നിങ്ങൾ കോരി ഒഴിക്കുക എന്ന് പറഞ്ഞു. സഹാബി പറയുന്നു, എല്ലാ ആളുകളും തിന്നു കുടിച്ചു, അവരുടെ വയറ് നിറഞ്ഞു. എന്നിട്ടും ആദ്യം എത്രയാണോ പാത്രത്തിലുള്ളത് അത് തന്നെ ബാക്കി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പറയാണ്. ഇത് ഈമാൻ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ ഒരു സഞ്ചി നൽകിയിരുന്നു, കാരക്കൻ്റെ ഒരു സഞ്ചി. അബൂ ഹുറൈറ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ള പൊക്ക് എടുത്ത് നീ തിന്നോ, പക്ഷെ ഫുള്ളായിട്ട് തുറന്നു നോക്കരുതെന്ന് പറഞ്ഞു. അബൂ ഹുറൈറ പറഞ്ഞു, കുറേ നാൾ ഞാനങ്ങനെ ഉപയോഗിച്ചു, ഒരുപാട് നാൾ ഞാൻ ഉപയോഗിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ ധാരണയിൽ ഞാനത് തുറന്നുപോയി, പിന്നെ അത് നഷ്ടപ്പെട്ടു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു. അപ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞതുപോലെ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആ ബർക്കത്തിനെ ചൊരിഞ്ഞു കൊടുക്കും അവർക്ക് എന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു തന്നെ നേരിട്ട് പറഞ്ഞ വിഷയമാണ്. ഇതിൻ്റെ ചില ഉപമകൾ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞു വെച്ചത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. എല്ലാറ്റിലും ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ശരീരത്തിലുള്ള ബർക്കത്ത് എന്താണ്? അള്ളാഹു നമുക്ക് നൽകിയ ശരീരം ഖൈറിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക. നമ്മളിങ്ങനെ കുറേ തിന്ന് നല്ല മസിലൊക്കെ ഉണ്ടാക്കി, നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാക്കി, ഹെൽത്തൊക്കെ നല്ലോണം സൂക്ഷിച്ചിട്ട് ഈ ശരീരം കൊണ്ട് 4 ആൾക്ക് ഉപകാരം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തായി ശരീരത്തിൻ്റെ ബർക്കത്ത്? അള്ളാഹു നമുക്ക് നല്ല ചിന്തകൾ നൽകുമാറാകട്ടെ. നമുക്ക് സമ്പത്തുണ്ട്, ഈ സമ്പത്തുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മാത്രം അതിങ്ങനെ ഉപയോഗിക്കുകയാണ്. അതിൻ്റെ ഗുണം, അതിൻ്റെ നന്മ മറ്റൊരു മനുഷ്യന് എത്തുന്നില്ല എങ്കിൽ, അതുകൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുന്നില്ല എങ്കിൽ എന്താണ് കാര്യം? നമ്മൾ നോക്കി, ലോകത്തുള്ള ബിസിനസ് മാൻമാരൊക്കെ നിങ്ങൾ നോക്കി, ഇന്ത്യയിലതും കേരളത്തിലൊക്കെ നിങ്ങൾ നോക്കി, നമ്മൾ അവിടെയൊക്കെ നമ്മൾ ഐക്കോണായിട്ട് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, എം എ യൂസുഫ് അലി എന്ന് പറയുന്ന ആൾ. ആ ആളും സാധാരണ മനുഷ്യന്മാരെ പോലത്തെ ഒരു മനുഷ്യനാണല്ലോ. അദ്ദേഹത്തിൽ കൂടി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബാക്കി ഉള്ളതെന്നല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഈ ബറക്കത്ത് അല്ലാഹു നൽകിയതിന്റെ ഉദാഹരണം പറയാണ്. ബാക്കി എല്ലാവരും തുടങ്ങുന്ന പോലെ തന്നെയാണല്ലോ ഇയാളും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവുക തുടക്ക കാലഘട്ടത്തിൽ.
ബാക്കി എല്ലാവരും സ്റ്റാഫിന് നിശ്ചയിച്ചതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇയാൾ സ്റ്റാഫിന് നിശ്ചയിച്ചിട്ടുണ്ടാകുക. പക്ഷേ ബാക്കി സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാൾക്ക് എന്തോ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അറബിയിലുള്ള പേരാണ് ബറക്കത്ത് എന്നുള്ളത്. അത് കേവലം നമ്മൾ ഫിസിക്കൽ സ്ട്രക്ചറിൽ ബിൽഡിങ്ങിന്റെ ഡിസൈനും ഇന്റീരിയർ ഡിസൈനും സ്ട്രക്ചറും മാർക്കറ്റിംഗും മാത്രമല്ല, അവിടെ ആത്മീയമായ ഒരു 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 ഉള്ളിലുള്ളൊരു പ്രവേശനമുണ്ട്. അത് അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ രഹസ്യമായ ഇബാദത്തുകളായിരിക്കാം. ഈ ബറക്കത്ത് നമുക്ക് ലഭിക്കുന്നതിന് പല കാരണങ്ങളുണ്ടല്ലോ. അതിൽ മർമ്മമായത് നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധമാണ്. അള്ളാഹു നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. ഇത് വേറെ ഒന്നിനും കിട്ടൂല. ഇത് അള്ളാഹുവിൽ നിന്ന് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും അള്ളാഹുമായിട്ടുള്ള ബന്ധം നാക്കി തീർക്കണം. ഒരു പക്ഷേ അദ്ദേഹം ചെയ്ത മറ്റെന്തെങ്കിലും നന്മകളാകാം. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ സഹായിച്ചു, അയാളുടെ അകമഴിഞ്ഞുള്ള ദോ കിട്ടി, അള്ളാഹു നിന്നെ കബൂലാക്കട്ടെ. ആ കബൂലിയത്തായിരിക്കാം ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ കാണാറില്ല ഒരുപാട് സ്ഥാപനങ്ങൾ. അതിൽ ചിലത് മാത്രം അങ്ങ് ക്ലിക്കായി പോയെന്ന് പറയില്ല. നമ്മൾ ക്ലിക്കായി പോയി. എന്താ ക്ലിക്കായി പോയതിൻ്റെ കാര്യം? അത് ഈ പറയപ്പെട്ട അർത്ഥത്തിലുള്ള സംഭവവികാസങ്ങൾ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമ്പത്തിലുള്ള ബർക്കത്ത്, വീട്ടിലുള്ള ബർക്കത്ത്, സുബ്ഹാനല്ലാഹ്. നമ്മൾ നോക്കി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ടാക്കിയ വീട്, പല കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി ചെലവഴിച്ച വീട്ടിൽ വീട്ടുകാർ പോലും താമസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അവിടെ ഉള്ളത്? ഒരു വസ്തുവിന് നമുക്കറിയാം അതിന് എസ്തെറ്റിക് വാല്യൂ ഉണ്ട്, ഫങ്ഷണൽ വാല്യൂ ഉണ്ട്. നമ്മൾ പറയും എസ്തെറ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അത് കാണുമ്പോൾ ഒരു അതിൻ്റെ ഭംഗി, ആനന്ദം കാണുന്ന ആളിങ്ങനെ ആസ്വദിക്കുക. അതാണ് എസ്തെറ്റിക് വാല്യൂ എന്ന് പറയുന്നത്. ഫങ്ഷണൽ വാല്യൂ ഉണ്ട്. എന്താ ഫങ്ഷണൽ വാല്യൂ? ഒരു വാച്ച് കാണാൻ നല്ല രസമുള്ള വാച്ച്, പക്ഷെ വാച്ചിന്റെ ഫങ്ഷൻ എന്താ? നടന്നിട്ട് അതിൽ കൂടി നമുക്ക് സമയം കിട്ടണം. വാച്ച് നടക്കുന്നില്ലെങ്കിൽ അവിടെ എസ്തെറ്റിക് വാല്യൂ ഉണ്ട്, ഫങ്ഷണൽ വാല്യൂ അവിടെ കിട്ടുന്നില്ല. എന്നതുപോലെ 2 കോടിയും 3 കോടിയും 4 കോടിയും ഒക്കെ എടുത്തിട്ട് മനുഷ്യൻ വീടുണ്ടാക്കുന്നു. എസ്തെറ്റിക് വാല്യൂ ഉണ്ടോ? ഉണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ പുറത്തോട്ട് നടന്നിട്ട് പോകുമ്പോൾ ആഹാ നല്ല വീട് പുറത്തു നിന്ന് കാണുമ്പോൾ. പക്ഷെ നിങ്ങൾ നോക്കിൻ, ഒരു വീട്ടിന്റെ ഫങ്ഷണൽ വാല്യൂ എന്താ? ആ വീട്ടിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ വീട്ടുകാരൻ അവിടെ താമസിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ആ വീട്ടുകാരൻ അവിടെ താമസിക്കുന്നില്ല. പിന്നെ ആരാണ് അവിടെ താമസിക്കുന്നത്? അൽ ഹവാം, ജന്തുജാലങ്ങളാണ്. എന്തെല്ലാം ക്ഷുദ്രജീവികളുണ്ട് അതൊക്കെ അതിനുള്ളിൽ താമസിക്കുന്നുണ്ടാവും. പിന്നെ നബി തങ്ങൾ പറഞ്ഞതുപോലെ അസ്സാലിസുൽ ശൈത്താൻ, ഒരു വീട്ടിൽ ഒരു മുറി ഉണ്ടെങ്കിൽ അത് നിനക്കുള്ളതാണ്, 2ാമത്തെ മുറി ഉണ്ടെങ്കിൽ അത് അതിഥിക്കുള്ളതാണ്. വസ്സാലിസുൽ ശൈത്താൻ, 3ാമത്തെ മുറി നീ ഒരു ആവശ്യമില്ലാതെ എടുത്തിരുന്നുണ്ടെങ്കിൽ അത് പിശാചിനുള്ളതാണ്. എന്താ വീട്ടിന്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? ആ വീട് നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുക എന്നുള്ളതാണ്. വളരെ ലഘുവായ ഭാഷയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും വലിയ പൈസയും കൊടുത്ത് നമ്മൾ ഈ വീടുണ്ടാക്കി, ആ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം ഖുർആൻ ക്ലാസ് സ്ത്രീകൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ, ആ വീട്ടിൽ സ്ത്രീകൾക്കുള്ള ദീനിയായ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സഹായിക്കാനുള്ള ഉപാധികൾ അവിടെ നിങ്ങൾ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട് ബർക്കത്തിനുള്ള കേന്ദ്രമാണ്. അതാണ് നമ്മുടെ ഓരോന്നിനും ബർക്കത്തുണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം. നമ്മൾ വിദ്യാഭ്യാസം നേടി, ഡിഗ്രി നേടിയവർ, PG നേടിയവർ, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ, ഈ PGയും PG ഒക്കെ എടുത്ത ആൾ എന്നിട്ട് ആൾ ചെയ്യുന്ന ജോലിയോ അയാൾക്ക് മാത്രം ഉപകാരപ്പെടുന്ന ഒരു ജോലി. ഈ അറിവ് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ച ആ അറിവിൽ അള്ളാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അത് അള്ളാഹ് കൊടുക്കന്നെ ചെയ്യണം. അപ്പൊ നമ്മളിവിടെ നമുക്ക് അള്ളാഹു നൽകിയ എന്തെല്ലാം വകുപ്പുകളുണ്ടോ, മെറ്റീരിയൽസ് ഉണ്ടോ, ഉപാധികളുണ്ടോ, ഇതിൽ ബറക്കത്തുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു അവലോകനം നടത്തേണ്ട സമയമാണിത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തികളിൽ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അമ്പിയാക്കളെ സംബന്ധിച്ച് അള്ളാഹു പറയുമ്പോൾ ബറക്കത്തുള്ളവരായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീം വആല ഇമ്രാൻ അലൽ ആലമീൻ. അള്ളാഹു ആദം നബിയെ പ്രത്യേകം തിരഞ്ഞെടുത്തു, നൂഹ് നബിയെ പ്രത്യേകം തിരഞ്ഞെടുത്തു, ഇബ്രാഹിം കുടുംബത്തിനെ പ്രത്യേകം തിരഞ്ഞെടുത്തു, അതുപോലെ തന്നെ ഇമ്രാൻ കുടുംബത്തിനെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അപ്പം മറ്റുള്ളവർക്ക് ഇല്ലാത്ത ചില പ്രത്യേകമായ ബറക്കത്തുകൾ അള്ളാഹു അവർക്ക് നൽകി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈസാ നബി ആദ്യം തന്നെ തൊട്ടിൽ നിന്ന് സംസാരിച്ചല്ലോ. ആ സമയത്ത് ഈസാ നബി പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, വജഅലനി മുബാറകൻ. ഭയങ്കര ചിന്തിക്കേണ്ട ആയത്താണത്. വജഅലനി മുബാറകൻ, അള്ളാഹു എന്നെ ബറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. ഈ ആയത്തിന്റെ തഫ്സീർ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതേ ആശയം കാണാൻ വേണ്ടി പറ്റും. എന്താ ഈസാ നബിയെ ബർക്കത്തുള്ളവനാക്കി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഈസാ നബിന്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഈസാ നബിന്റെ സദസ്സിൽ ഒരാൾ ഇരുന്നാൽ എത്ര കഠിന ഹൃദയനാണെങ്കിലും മനസ്സൊന്ന് അലിയും. എത്ര കഠിന ഹൃദയനാണെങ്കിലും ഈസാ നബി പോകുന്ന ഇടങ്ങളിലൊക്കെ നന്മകൾ വിതറുന്ന വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം.
അപ്പോൾ ഇവിടെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമ്പത്ത്, നമ്മുടെ വാഹനം, വീട്, വസ്ത്രം, നമ്മുടെ അറിവ്, നമ്മുടെ മക്കൾ, ഇതൊക്കെ ബറക്കത്തിന്റെ എലമെന്റ് ഞാൻ പറഞ്ഞല്ലോ. ഇനി എന്നിന് ബറക്കത്തുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യണമല്ലോ. സമ്പത്തിൽ മാത്രം ബറക്കത്തുണ്ടായിട്ട് എന്താ കാര്യം? എനിക്ക് ബറക്കത്തുണ്ടോ എന്ന് ചിന്തിക്കണമല്ലോ. അതിങ്ങനെ ചിന്തിക്കൽ. എന്നെപ്പറ്റി നമ്മൾ അവലോകനം ചെയ്യും. നമ്മൾ 20 വർഷമായി ജീവിക്കുന്നു, 40, 50, 60. എന്നെ കൊണ്ട് എന്തൊക്കെ നന്മകൾ ഉണ്ടായി, എന്തൊക്കെ നന്മകൾ ഞാൻ മുഖാന്തരം ഉണ്ടായി. എന്നെല്ലാ പാപി ചെല്ലുന്നിടം പാതാളമാണോ? ഞാനൊരു കുടുംബത്തിൽ പുതിയാപ്പിളായിട്ട് കയറി, അതോടുകൂടി ആ കുടുംബം കൊലം മുടിഞ്ഞു. ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, അതോടുകൂടി ആ കമ്പനിയുടെ കാര്യത്തിൽ തീരുമാനമായി. ഞാനൊരു ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചു, അതില്ലാതായി. എങ്കിൽ പ്രിയമുള്ളവരെ, എന്തോ ഒരു സംഗതി നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അള്ളാഹുവിന്റെ ബർക്കത്ത് നമ്മളിലേക്ക് വരുന്നില്ല. എന്നല്ല, ഞാൻ പോയ ഇടം നന്നായി മാറി, അവിടുത്തെ ആളുകൾക്ക് നന്മയുണ്ടായി, ഞാൻ ചേരുന്നിടത്ത് നന്മകൾ പ്രചരിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈസാ നബിന്റെ വിഷയത്തിൽ വജഅലനി മുബാറക്കൻ, അള്ളാഹു എന്നെ ബറക്കത്തുള്ളവനാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ അള്ളാഹു ബറക്കത്തുള്ളതാക്കി. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു. മക്ക ബറക്കത്തുള്ള സ്ഥലമാണ്, മദീന ബറക്കത്തുള്ള സ്ഥലമാണ്, മസ്ജിദുൽ അഖ്സ. ഖുർആൻ പറഞ്ഞു ബാറക്നാ ഹൗലഹു, അതിന് ചുറ്റുമുള്ള സ്ഥലത്ത് നാം ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് സാർ. അപ്പോൾ ഒന്ന്, ബറക്കത്ത് നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കുക, ഒന്നാമത്തെ കാര്യം. 2, അള്ളാഹു ബറക്കത്ത് ഉണ്ട് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്, അതിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നബിമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് നബിമാരുമായി എങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഒന്ന്, അവരുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ മാത്രമേ നമ്മുടെ മുമ്പിലുള്ള വഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ബറക്കത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി എന്താണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് അലാ മുഹമ്മദിൻ. ആ രീതിയിൽ നമുക്ക് ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ബറക്കത്ത് ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നമ്മൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ പോവുക. മക്കത്ത് നമ്മൾ കഅബയിൽ പോകുന്നു, ഉംറക്ക് പോകുന്നു, ഹജ്ജിന് പോകുന്നു, അപ്പോൾ ആ ബറക്കത്ത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. സമയത്തൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നതായി കാണാം ഹദീസിൽ, നബി തങ്ങൾ ഏതെങ്കിലും സംഘത്തിനെ അയക്കുമായിരുന്നെങ്കിൽ, ഇപ്പോൾ യുദ്ധത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ യാത്രാ സംഘങ്ങൾ അയക്കുമായിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാവിലെയാണ് അയക്കുക. സുബ്ഹി കഴിഞ്ഞ ഉടനെയുള്ള സമയത്ത് നബി തങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. സമയം എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആ നിലക്ക് എല്ലാ സമയവും ഒരുപോലെയാണ്. പക്ഷേ അതിൽ പ്രഭാതത്തിന് ശേഷം, സുബ്ഹ് നിസ്കാരത്തിന് ശേഷമുള്ള സമയം, അതാണ് ബുക്കൂർ എന്ന് പറയുന്നത്, ബുഖറത്തൻ. നബി നിങ്ങൾ ദുആയിരുന്നു, അള്ളാഹുവേ ആ സമയത്ത് നീ ഒരു പ്രത്യേകം ബറക്കത്ത് ചെയ്യണേ. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? സഹാബി പറയുന്നു, ഈ ഹദീസ് നബി തങ്ങളുടെ ഈ ദുആ കേട്ടതിന് ശേഷം, അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം തന്റെ കച്ചവടത്തിന്റെ ടൈമിങ് മാറ്റി, ഷിഫ്റ്റ് ചെയ്തു. എന്താക്കി? നമ്മളെ പോലെ 11 മണിക്ക് തുറക്കുന്നു എന്നുള്ളത് മാറ്റിയിട്ട് രാവിലെ തുറന്നു, 7 മണിക്ക് തുറന്നു. കച്ചവടം ബുക്കൂറിലാക്കി. സഹാബി പറയുന്നു, എനിക്ക് വൻ ലാഭമുണ്ടായി. അപ്പൊ ഇതാണ് ബറക്കത്ത്. നമ്മൾ ബറക്കത്തുള്ളവരാകണം, ബറക്കത്തുള്ളതിലേക്ക് നമ്മൾ തേടിപ്പോകുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന. നാടിനു വേണ്ടി നബി തങ്ങൾ ബറക്കത്തിന് ദുആ ചെയ്തു. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ മക്കയിൽ നീ എത്രമാത്രം അഭിവൃദ്ധി നൽകിയിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി അഭിവൃദ്ധിയും ബറക്കത്തും നീ മദീനക്ക് നൽകണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ നിലക്ക് നമ്മൾ ആ ബറക്കത്തുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തേടി പോകേണ്ടതായിട്ടുണ്ട്. സൈത്തൂനിനെ പറ്റിയിട്ട്, ഒലീവിനെ പറ്റിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, അത് അള്ളാഹു പറഞ്ഞു അത് ബറക്കത്തുള്ളതാണ്. യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ. ഒലീവിന്റെ വൃക്ഷത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്, അത് പരിശുദ്ധമായ വൃക്ഷമാണ്. ഈന്തപ്പന മരത്തിനെ പറ്റി നബി തങ്ങൾ പരാമർശിച്ചത് ഷജറത്തുൻ മുബാറക എന്നാണ്. അപ്പൊ എങ്ങനെയാവുന്നറിയോ? ഈ ഒലീവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ വിശ്വസിക്കുന്നു, അള്ളാഹു മുബാറക്കാണ്, പരിശുദ്ധമാണ് എന്ന് പരാമർശിച്ച ഒരു വൃക്ഷത്തിന്റെ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ നിലയ്ക്ക് എനിക്ക് ബറക്കത്ത് കിട്ടണം എന്ന് പ്രതീക്ഷിച്ചാൽ 100% ഇൻഷാ അല്ലാഹ് അതിന് ബറക്കത്ത് കിട്ടും. അത് എങ്ങനെയൊക്കെ അതിന്റെ റിസൾട്ട് വരുന്നു വെച്ചാൽ, അത് ആരോഗ്യപരമായിട്ടുണ്ടാകാം, ആത്മീയമായി ഉണ്ടാകാം. എന്തുകൊണ്ട്? നമ്മൾ വിശ്വസിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. നബി തങ്ങൾ പറഞ്ഞു, കുലു സൈത വദ്ദഹിനു ബിഹി ഫഇന്നഹാ മിൻ ഷജറത്തിൻ മുബാറക. കുലു സൈത, നീ എന്ത് ചെയ്യണം? സൈത്തിനെ, ഒലീവിനെ തിന്നണം.
ഹദീസിൽ വന്നത് ഒലീവിനെ തിന്നണം. ഒലീവ് എന്ന് പറഞ്ഞാൽ ഓയിലാണല്ലോ. എങ്ങനെ ഓയിലിനെ തിന്നുക? പണ്ഡിതന്മാർ രണ്ടർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിന്റെ ഭക്ഷണങ്ങളിൽ ഒലീവിനെ നീ ഓയിലിനെ ഉപയോഗിക്കണത്. ഒലീവിനെ ഒലീവ് ഓയിലിനെ പ്രൊമോഷൻ അല്ല, ഒലീവ് ഓയിലിനെ നീ ഉപയോഗിക്കണം, നിന്റെ ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കണം. ചില പണ്ഡിതന്മാരെ പറഞ്ഞത് ഒലീവ് തിന്നുക, ഒലീവ് ഓയിൽ തിന്നുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭക്ഷണം, പാനീയമല്ലാത്ത ഭക്ഷണം നമ്മൾ എങ്ങനെയാണ് തിന്നുക? വായിലിട്ട് ഒന്ന് ചവച്ചരച്ചിട്ടാണല്ലോ ഇറക്കുക. ഇതുപോലെ ഒലീവ് ഓയിൽ നീ കുടിക്കണം. എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദ്, ആ ഉസ്താദ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒലീവിൻ്റെ ഓയിൽ വെക്കുമായിരുന്നു അടുത്ത്, കുറച്ച് പത്തിരിയിൽ ഒഴിക്കും. എന്നിട്ട് ഉസ്താദ് ഒലീവ് ഓയിൽ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പത്തിരിയും മറ്റൊക്കെ ചവച്ച് തിന്നുന്നത് പോലെ ഒലീവ് ഓയിൽ ഇങ്ങനെ ചവച്ചരക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, ഉസ്താദ് ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്? സാധാരണ നമ്മൾ ഓയിലൊക്കെ കുടിക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഈ ഹദീസിനെ സൂചിപ്പിക്കുകയുണ്ടായി. നബി തങ്ങൾ പറഞ്ഞത് കുലു സൈത്ത, നീ ഒലീവ് ഓയിലിനെ തിന്നുക. അപ്പൊ ആ ഹദീസിന് ഇങ്ങനെ ഒരു വിസ്തീർണം പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഒന്ന്, ഭക്ഷണത്തിൽ അതിനെ ചേർക്കുക. രണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ഒലീവിനെ ചേർക്കുക, തിന്നുക. നബി തങ്ങൾ പറഞ്ഞു വദ്ദഹിനു ബിഹി, ആ ഒലീവ് ഉപയോഗിച്ച് നിന്റെ ശരീരത്തിലൊന്ന് പരട്ടുക, പറ്റാവുന്ന സ്ഥലങ്ങൾ അതിന് പരട്ടുക. എന്താ കാരണം? ഫഇന്നഹാ മിൻ ഷജറത്തിൻ മുബാറക, പരിശുദ്ധമായ ഒരു വൃക്ഷത്തിൽ നിന്നാണ് വരുന്നത്, മുബാറക്കായ. അപ്പൊ അതിന്റെ സവാബ്, അതിന്റെ ബറക്കത്ത് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. കുതിരയെ പറ്റി നബി തങ്ങൾ പറഞ്ഞു, ജിഹാദിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കുതിര, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കുതിരയെ പറ്റി നബി തങ്ങൾ പറഞ്ഞു ഫഇന്ന ഫീ നവാസിഹാ അൽ ഖൈർ. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി, അന്ന് കുതിരയാണെങ്കിൽ ഇന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരാളൊരു വാഹനം അങ്ങനെ സന്നദ്ധമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനം ഖിയാമത്ത് നാൾ വരെ, അത് ഒട്ടകമാണെങ്കിൽ ഒട്ടകം, കുതിരയാണെങ്കിൽ കുതിര, ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വാഹനമാണെങ്കിൽ വാഹനം, ആംബുലൻസ് ആണെങ്കിൽ ആംബുലൻസ്, അതിന് ഖിയാമത്ത് നാൾ വരെ ബറക്കത്തുള്ളതായിരിക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കാര്യങ്ങളൊക്കെ പറ്റും. അത്താഴം കഴിക്കലിനെ പറ്റി ബറക്കത്താണെന്ന് പറഞ്ഞു. തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണേ. ഫഇന്ന ഫി സുഹൂരി ബറക്കത്തൻ. നമുക്കറിയാലോ, സാധാരണഗതിയിൽ നമ്മളിപ്പോൾ രാവിലെ നാസ്ത കഴിച്ചു, 9:30 മണിക്ക് 10 മണിക്ക് നാസ്ത കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണിയാകുമ്പോൾ ഒരു നോർമൽ മനുഷ്യന് വിശക്കാൻ വേണ്ടി തുടങ്ങും. പക്ഷേ നമ്മളൊക്കെ അത്താഴം പിടിച്ചിട്ട് നോമ്പെടുത്ത് കഴിഞ്ഞാൽ ഒരു 6 മണിയെങ്കിലും ആകണം നമുക്ക് വിശപ്പ് തുടങ്ങണമെങ്കിൽ. നോർമൽ മനുഷ്യന്മാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വേറൊന്നും ഇല്ല എങ്കിൽ. എന്താ കാര്യം? നബി തങ്ങൾ പറഞ്ഞതാണ് തസഹറു, നീ അത്താഴം കഴിക്കണേ. ഫഇന്ന ഫി സുഹൂരി ബറക്കത്തൻ, അത്താഴത്തിന്റെ ഭക്ഷണം കുറഞ്ഞതായിരിക്കും, പക്ഷേ അതിലൊരു പ്രത്യേകമായ ബറക്കത്തുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി സാധിക്കൂല, അത് ആത്മീയമായി അനുഭവിക്കേണ്ടതാണ്. എത്രത്തോളം നബി നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആടിനെ വളർത്തുക. ഇത്തഖിദുൽ ഗനം, വീട്ടിൽ ആടിനെ വളർത്തണം. ഫഇന്ന ഫീഹാ ബറക്കത്തൻ, തീർച്ചയായും അതിൽ അല്ലാഹു തആല ചില പ്രത്യേകമായ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം, അല്ലാഹു തആല ഏതൊക്കെ നബിമാരെ നബിയായി അയച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ട്രെയിനിങ് പീരീഡിൽ കൊടുത്തത് ആട് മേയ്ക്കലായിരുന്നു. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, തങ്ങളും ആട്ടിനെ മേയിച്ചിട്ടുണ്ടോന്ന്? എല്ലാ നബിമാരെയും അള്ളാഹു നബിയായി അയക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് മറ്റേ തിയറിയാണല്ലോ, ട്രെയിനിങ് ആണ്. സമൂഹത്തിനോട് ഇടപെട്ട് അവരിലെ എല്ലാത്തരം ആൾക്കാരുമായി മിങ്കിളേണ്ട ആളാണല്ലോ പ്രവാചകന്മാർ. അപ്പൊ അള്ളാഹു തആല കൊടുത്ത പ്രാക്ടിക്കൽ ജോലി എന്താ? ആടിനെ മേയ്ക്കുക എന്നുള്ളതായിരുന്നു. മൂസാ നബി മേയിച്ചിട്ടുണ്ട്, ഈസാ എല്ലാവരും മേയിച്ചിട്ടുണ്ട്. അവൻ നബി തങ്ങളോട് ചോദിച്ചു, തങ്ങളും മേയിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും മേയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ നിലക്ക് നബി നിങ്ങൾ പറഞ്ഞു ഇത്തഖിദുൽ ഗനം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആടിനെ വളർത്തുക. ഫഇന്ന ഫീഹാ ബറക്കത്തൻ. എന്താ കാര്യം? അത് രാവിലെ ആടിന്റെ സ്വഭാവമാണ്. ആട് മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ ആടിന്റെ ഒച്ചപ്പാടുണ്ടാവില്ല. ആ പഴയ കാലത്തൊക്കെ ആടിനെ വളർത്തിയ വീടുകളും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന പഴയ ആളുകളോട് നമ്മൾ ചോദിച്ചു നോക്കിയാൽ മതി. മഗ്രിബ് ഇശാ കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് സൈലൻ്റായി. പിന്നെ മൂപ്പരെ ശബ്ദം വരുന്നത് തഹജ്ജുദിന്റെ സമയത്തായിരിക്കും. അത് അള്ളാഹു ആ ജീവിക്ക് പ്രത്യേകമായ നൽകിയ ഒരു ബറക്കത്തിൻ്റെ അടയാളമാണ്. പ്രിയമുള്ളവരെ, ഈ നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബറക്കത്തില്ല എങ്കിൽ ജീവിതം ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടാവും, നമ്മൾ ഓടുന്നുണ്ടാവും, നമ്മൾ ചാടുന്നുണ്ടാവും. നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നമ്മൾ പറയാറുള്ളത്. ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഉള്ള പടാപാട് മൊത്തം പെടുന്നുണ്ട്. പക്ഷേ ഒരു നിലക്കും നമുക്ക് രക്ഷ കാണാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മുടെ മക്കളാണെങ്കിൽ അങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞു, മക്കൾ സന്താനങ്ങളിലുള്ള ബർക്കത്ത് എന്താണ് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. കുറേ മക്കളുണ്ട്. ഈ മക്കളെ കൊണ്ട് അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരാളെ കൊണ്ട് നമുക്ക് ഉപകാരമില്ല. വാപ്പാക്ക് ഖിദ്മത്തിന്റെ ആവശ്യം വരുന്നു, 6 മക്കളുണ്ട്. ഓരോ ആളിങ്ങനെ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളിക്കുക. നീ നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സന്താനങ്ങളിൽ ബറക്കത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതാണ്. മക്കൾ കുറയുണ്ട്, പക്ഷെ കാര്യത്തിനില്ല. ഒരു മകനെ കൊണ്ടും ദീനിയോ ദുന്യവിയോ ആയ നന്മ കിട്ടുന്നില്ല. ഇനി ഒരാൾക്ക് ഒറ്റ മോനേ ഉള്ളൂ,
ഒറ്റ മോളേ ഉള്ളൂ. ആ ഒരു മകനെ കൊണ്ടോ ഒരു മകളെ കൊണ്ടോ ഈ വാപ്പയുടെയും ഈ ഉമ്മയുടെയും ഈ കുടുംബത്തിനും നന്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സന്താനത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമുക്ക് ആവശ്യമാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ, വ്യക്തി ജീവിതത്തിൽ നമുക്കിത് ആവശ്യമാണ്, കുടുംബ ജീവിതത്തിൽ ഇത് ആവശ്യമാണ്, കച്ചവടത്തിൽ നമുക്ക് ആവശ്യമാണ്, വിദ്യാഭ്യാസത്തിൽ ആവശ്യമാണ്, എല്ലായിടത്തും ബറക്കത്ത് നമുക്ക് ആവശ്യമാണ്. ഇതെങ്ങനെ നേടിയെടുക്കും പ്രിയമുള്ളവരെ? അത് നേടിയെടുക്കാനുള്ള ഏറ്റവും പ്രഥമമായ മാർഗം അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കിയെടുക്കലാണ്. കാരണം ഇതിന്റെ സോഴ്സ് ഏതാ? ഇത് എവിടുന്ന് കിട്ടും? ഇത് ആരെ ഇതിന്റെ പ്രൊഡ്യൂസർ, ആരെ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ? അത് അള്ളാഹു മാത്രമാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ, രണ്ട് കണ്ടീഷൻ അള്ളാഹു പറഞ്ഞത്. ഒന്ന്, അവർ ശരിയായ വിശ്വാസികളായിരിക്കണം. വത്തഖൗ, ഹറാമുകളിൽ നിന്ന് സൂക്ഷിക്കണം. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ എന്തെല്ലാം സംരംഭങ്ങളുണ്ടോ അതിലൊക്കെ ഹറാമിന്റെ കലർപ്പ് വരുമ്പോഴെല്ലാം ഇപ്പുറത്ത് ഒരു വാതിൽ കൂടി ഹറാമ് കയറുമ്പോൾ മറുവാതിൽ കൂടി ഇറങ്ങിപ്പോകുന്നത് ബറക്കത്തായിരിക്കും എന്ന് തീർച്ചയായും നമ്മൾ ഉറപ്പിച്ചു വെക്കണം. കമ്പനിയെല്ലാം ഒന്ന് ഉഷാറാകണ്ടേ, തൽക്കാലം നമുക്ക് കണ്ണടക്കാം, ഇപ്പം ഇൻട്രസ്റ്റ് വന്നോട്ടെ, അതെന്തെങ്കിലും നമുക്ക് തട്ടിക്കൂട്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശറഈന് വിരുദ്ധമായ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ബാഹ്യമായി ചിലപ്പോൾ സമ്പത്ത് കൂടുന്നുണ്ടാകും. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ബറക്കത്ത് നഷ്ടപ്പെട്ടു തുടങ്ങും, മനസ്സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങും. അതുകൊണ്ട് അല്ലാഹുമായുള്ള ബന്ധം നന്നാക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണോ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ബറക്കത്ത് ലഭിക്കണോ, ആ ജോലിയിൽ തഖ്വ ചെയ്യുക എന്നുള്ളത്. എന്താ ആ ജോലിയിൽ തഖ്വ? ഓരോ ജോലിക്കും ഓരോ മാനദണ്ഡം ഉണ്ടാവും, വിശ്വസ്ത ഉണ്ടാവും, നിങ്ങളുടെ ഡ്യൂട്ടി ടൈം ഉണ്ടാവും. നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇത്ര 9 to 4 അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി ടൈം. ആ ഡ്യൂട്ടി ടൈം പാലിക്കുക എന്നുള്ളത് കമ്പനിയോട് കാണിക്കുന്ന വിശ്വസ്തതയാണ്. ആ സ്ഥാപനത്തിൽ നമ്മൾ തട്ടിപ്പ് കാണിക്കാതിരിക്കുന്നത് അതിലെ തഖ്വയാണ്. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കമ്പനി നമ്മൾ പിടിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ അറിയുന്നുണ്ടാവില്ല. പക്ഷേ അതിൽ കൂടി നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ ബറക്കത്തായിരിക്കും. അപ്പോൾ ഈ നിലക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കിയെടുക്കണം. 2, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക തന്നെ, അള്ളാഹു ബറക്കത്ത് തരണേ. നബിതങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാലോ, യമനിൽ ബറക്കത്ത് തരണേ, നമ്മുടെ ഷാമിൽ ബറക്കത്ത് തരണേ എന്ന് അള്ളാഹുവിനോട് നബിതങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട, പഠിച്ചോനെ ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അള്ളാഹ് എന്ന് നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. 3-ാമത്തെ കാര്യം, അള്ളാഹു എന്തിലൊക്കെ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞ വ്യക്തികൾ, അവരുമായി നമ്മൾ ബന്ധം പുലർത്താൻ വേണ്ടി ശ്രമിക്കുക. അമ്പിയാക്കൾ കഴിഞ്ഞുപോയി. അമ്പിയാക്കളുമായി കണക്റ്റ് ആകാനുള്ള ഒരേ ഒരു മാർഗം സ്വലാത്തും ദുആവും മാത്രമാണ്. 2, ബാക്കിയുള്ളത് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്, യഥാർത്ഥ അനന്തരാവകാശികൾ. അള്ളാഹു നബിതങ്ങൾ പറഞ്ഞതുപോലെ അൽ ഉലമാ വറസത്തുൽ അംബിയ, അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ ശരിയായ പണ്ഡിതന്മാരാണ്. അവരിൽ ബറക്കത്തുണ്ട് എന്നുള്ള കാര്യം അനുഭവസിദ്ധമായ കാര്യമാണ്. അവരുമായി നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതൊക്കെ സമയങ്ങളിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ, നേരത്തെ പറഞ്ഞതുപോലെ സുബ്ഹിന് ശേഷമുള്ള സമയം, അത്താഴത്തിന്റെ സമയം, വെള്ളിയാഴ്ച രാവ്, ലൈലത്തുൽ ഖദറിന്റെ രാവ്, റമദാനിൽ അവസാനത്തെ 10, അതുപോലെ ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10, ഈ ദിവസങ്ങളൊക്കെ പ്രത്യേകം ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞ സമയമാണ്. ഈ സമയങ്ങൾ നമുക്ക് നന്മക്ക് കൊണ്ട് ഉപയോഗിക്കാം. ഒരാൾക്ക് കുറേ പഠിച്ചു തീർക്കാനുണ്ട്, ആൾ പഠിച്ചു തീർക്കാൻ വേണ്ടി ഉപയോഗിക്കണോ, ആൾക്ക് അള്ളാഹുവിന്റെ ബറക്കത്ത് ലഭിക്കണോ, ആൾ ബുക്കൂർ ഉപയോഗിക്കട്ടെ, സുബ്ഹി കഴിഞ്ഞ് ഉടനെ ആൾ പഠിക്കാൻ തുടങ്ങട്ടെ. എന്നാൽ ആ സമയത്ത് ആൾക്ക് ബറക്കത്ത് ഉണ്ടാകും. കച്ചവടക്കാരനാണോ, നമ്മൾ ആ സമയം തിരഞ്ഞെടുക്കും, ആ സമയത്ത് ഇൻഷാ അല്ലാഹ് ബറക്കത്ത് ഉണ്ടാകും. ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞ വസ്തുക്കൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. ചില വസ്തുക്കളെ പറ്റി നബി നിങ്ങൾ പറഞ്ഞത്, ആ വസ്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബറക്കത്ത് നഷ്ടപ്പെടും. ഉദാഹരണത്തിന്, ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ രൂപങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവില്ല എന്ന് നബി നിങ്ങൾ പറഞ്ഞു. ബറക്കത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വസ്തുക്കൾ ഒഴിവാക്കപ്പെടണം. ബറക്കത്ത് ഉണ്ട് എന്ന് പറഞ്ഞ സാധനങ്ങൾ വീട്ടിലേക്ക് കയറ്റണം. ആടിനെ പോറ്റാൻ പറ്റുമോ? പോറ്റണം. ഈ പറയപ്പെട്ടതുപോലെ അങ്ങനെയുള്ള വസ്തുക്കൾ സെയ്ത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? ഈ നിയ്യത്തിൽ ഉപയോഗിക്കണം. അള്ളാഹു നമുക്ക് അതിൻ്റെ ബറക്കത്ത് നൽകുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിന് പൊരുത്തമുള്ള നിലയിലാക്കി തീർക്കുമാറാകട്ടെ. നമുക്കതുകൊണ്ട് അള്ളാഹു ദീനിയും ദുന്യവിയും ഉഖ്റവിയുമായ നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.